ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗായ്സ്, നമ്മൾ ഗ്രാനിയായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഗായ്സ്, നമ്മളിന്ന് ബോട്ട് എസ്കേപ്പാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗായ്സ്, നമുക്ക് ബോട്ട് എസ്കേപ്പ് കടക്കാം. നമുക്ക് സ്റ്റാർട്ട് ഉണ്ട്. ഇന്ന് നമ്മൾ ഗ്രാൻഡ് പൻ തന്നെ ഇട്ടാണ് കളിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ട് കളിക്കാറ് ഈ ഗ്രാൻഡ് പടം ഗ്രാൻഡ് പനിയും ഗ്രാൻഡ് ഇട്ടാണ് നമ്മൾ കളിക്കാറ്. നമുക്ക് നേരെ പോകാം. ഇനി നമ്മൾ ബോട്ട് എസ്കേപ്പാണ് ചെയ്യുന്നത് ഗായ്സ്. അങ്ങനെ ഡേ 1 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. മാക്സിമം നോക്കും എസ്കേപ്പ് ചെയ്യാൻ. ഇപ്പം നമുക്ക് സ്റ്റാർട്ടായിട്ടുണ്ട്. നമുക്ക് നേരെ പോയിട്ട് ആദ്യം തന്നെ നമുക്ക് ഇവിടെയൊക്കെ നോക്കിയിട്ട് എല്ലായിടത്തും സെർച്ച് ചെയ്യണം ഗൈസ്. ഇവിടെ അപ്പാപ്പനിപ്പോൾ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് ഗൈസ്. അപ്പാപ്പ വരാൻ സാധ്യതയുണ്ട് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ പോയി ഹൈഡ് ചെയ്യാം. ഇതിനോട്ടുള്ള ഇനി അപ്പം ഇവിടുന്ന് പോകും. അപ്പം ഫാസ്റ്റാണ് ഗൈസ്. അപ്പം ചെവി കേൾക്കത്തില്ല ഗൈസ്. അപ്പം പോകാൻ പുറകോട്ട് പോയിട്ട് ഇവിടെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഹെലികോപ്റ്ററിൽ മേലില്ല, നമുക്ക് ആവശ്യമില്ല. വന്നിട്ടില്ല ഗൈസ്. നമുക്ക് കഥ അടച്ചേക്കാം. പിക്ചറാണ് 5 കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഉണ്ടാകും, ചിലപ്പോൾ കാണാൻ സാധ്യതയില്ല. ഇനി ഇവിടെ എല്ലാം ഹൈഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. നമുക്കപ്പം ഇവിടെ ഇട്ട സ്ഥലത്ത് നോക്കാനുണ്ട്. ഗ്യാസിനും കിട്ടിയിട്ടുണ്ട്. അത് ആവശ്യമായിട്ടുണ്ട്. നമ്മളിപ്പോഴത്തെ വഴി പോയിട്ട് ഗ്യാസിന് ഒച്ച ഉണ്ടാക്കിയിട്ടുണ്ട്. ഗ്യാസിനൊക്കെ വരട്ടുണ്ട്. എന്നിട്ട് പോകുമ്പോൾ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് നേരെ ഇതുകൊണ്ട് ഒഴിച്ചിട്ട് വരാം. അല്ലെങ്കിൽ വേണ്ട, ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് അടുത്ത് അപ്പം വന്നിട്ട് നമുക്ക് എല്ലാം കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ട് ഇട്ടിട്ട് നമുക്ക് ഓരോ സെറ്റ് ചെയ്യാം. അപ്പം വരത്തില്ലെന്നാണ് നമ്മൾ ഇവിടെ നമ്മൾ നോക്കിയില്ല. ഓ ഗായ്സ്, വെപ്പൺ കിട്ടിയിട്ടുണ്ട്. അപ്പം കണ്ട് ഗായ്സ്. അപ്പം നെക്സ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്തേക്കാം ഗായ്സ്. നമ്മളിപ്പോൾ പെട്ടത് അടച്ചിട്ടുണ്ട്. അപ്പം ഇപ്പുണ്ട് ഗായ്സ്. നമുക്ക് വെപ്പം കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ വെച്ചോണ്ട് പോകും. സപ്പൻ അവിടെ തന്നെ നിൽപ്പുണ്ട്. അടച്ചിട്ട് നമ്മൾ ഇതുവഴി താഴ്ത്തു പോയി വെപ്പണ്ടി എടുക്കും. അപ്പം നമുക്ക് ലാസ്റ്റ് പോകും. അപ്പോൾ ഇവിടെയൊക്കെ എന്തുകൊണ്ട് നോക്കിയിട്ട് പോകാം. ഇവിടെ ഒന്നുമില്ല. നേരെ ബാത്റൂമിലൊക്കെ നമുക്ക് നോക്കണം ഗായ്സ്. അതിന് മുമ്പ് നമ്മൾ വെപ്പണ്ടി എടുക്കുകയാണ്. വെപ്പൺ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇനിയാണ് ഗൈസ് പൂശാൻ പോകണം ഗൈസ്. ഗൈസ്, നമ്മൾ ബുള്ളറ്റൊക്കെ ലോഡ് ചെയ്തിട്ടുണ്ട്. ഫുൾ ലോഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ നേരെ പോയി വന്നിട്ടില്ല. ഒച്ച നമുക്കൊന്ന് ഒച്ച ഉണ്ടാക്കാം. ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കയറിയിട്ട് ഇവിടെ നിന്ന് വഴി ഇപ്പോൾ നോക്കട്ടെ. സന്ധ്യ പൂഷുന്നതാണ്. ഇവിടെ വന്നിട്ട് ഗായ്സ് പൂശിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് സെറ്റിങ്സ് റൂമിൻ്റെ കീ ഒന്ന് എടുത്തേക്കാം. സപ്പാപ്പൻ്റെ നെഞ്ചത്ത് തന്നെ നമ്മൾ നോക്കിയിട്ടിട്ടുണ്ട് ഗായ്സ്. നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. കട്ടിംഗ് പ്ലെയർ ഇട്ടിട്ടുണ്ട് ഗായ്സ്. കട്ടിംഗ് പ്ലെയർ നമുക്ക് ആവശ്യമുണ്ട്. മേലിൽ പോകാനുണ്ട്. നമുക്ക് ആദ്യം തന്നെ അങ്ങോട്ട് ചെയ്തേക്കാം. എനിക്ക് ആവശ്യമില്ല ഗായ്സ്. കട്ടിംഗ് പ്ലെയർ കൊണ്ട് നമുക്ക് മേലിലിടാവുന്നതാണ് ഗായ്സ്. നമുക്ക് മേലിൽ കൊണ്ടിട്ടിട്ട് വരാം.
പോയി തോക്കെടുക്കണം. നമുക്ക് തോക്കെടുത്തിട്ട് മേളിൽ പോയി ആദ്യം മേടി വെച്ച് ഒരു കാര്യം ചെയ്യാനുണ്ട്. സപ്പോർട്ട് ഇവിടുന്ന് ഒരു ബുള്ളറ്റും കൂടെ സെറ്റ് ചെയ്യണം. ഉള്ളിൽ ഓടലാക്കിയിട്ടുണ്ട്. നമുക്ക് നേരെ മേളിലോട്ട് പോകാം. നമുക്ക് അടച്ചിട്ടല്ല അപ്പം പറയാം. പിന്നെ നമ്മൾ ഇവിടെ എന്തോന്നും നോക്കിയിട്ടില്ല. നമുക്ക് നേരെ മേളിലോട്ട് പോയിട്ട് അവിടെ നിന്ന് വെടിവെച്ച് ഓപ്പൺ ആക്കാം. തുറക്കണ്ടോ? അതിന് മുമ്പ് ഇവിടെ എന്തോന്ന് നോക്കട്ടെ. ഇവിടെ ചിലപ്പോൾ ബോട്ടിൽ ഹാൻഡിൽ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഗ്രാനൈഡ് ഒക്കെ കിടപ്പുണ്ട്. ഇവിടെ എന്തോന്ന് നോക്കണം ഗൈസ്. ഇവിടെ ആവശ്യമില്ല നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഓപ്പണായാൽ നോക്കാം. ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് ഗൈസ്. നമുക്ക് തിരിച്ചിറങ്ങുമ്പോൾ ഒരു ബുള്ളറ്റും കൂടെ എടുത്തിട്ട് നമുക്ക് ഇറങ്ങാവുന്നതാണ്. കട്ടിംഗ് പ്ലെയർ എടുത്തിട്ടുണ്ട് ഗൈസ്. എന്നിട്ട് ഫീഡ് ചെയ്ത് നമുക്ക് മേളിലോട്ട് കയറാം. അല്ലെങ്കിൽ അപ്പാപ്പൻ നമ്മൾ അടിക്കും ഗൈസ്. അപ്പാപ്പൻ ഇപ്പോൾ എണ്ണീച്ച് കാണും ഗൈസ്. ഇവിടെ ഗ്രാനൈഡ് ഇരിപ്പുണ്ട് ഗൈസ്. ഗ്രാനൈഡ് അതേ നമുക്ക് പൊട്ടിക്കാം. അപ്പാപ്പനെ നമ്മളൊന്ന് പൊട്ടിക്കുന്നതായിരിക്കും. ബാഡ് ലോക്കി കിട്ടിയിട്ടുണ്ട് ഗൈസ്. ബാഡ് ലോക്കി നമുക്ക് ആവശ്യമുണ്ട് ഗൈസ്. നമുക്ക് അപ്പം നമ്മൾ താഴത്തോട്ട് ഇട്ടിട്ടുണ്ട് ഗൈസ്. നമുക്ക് ബുള്ളറ്റ് ലോഡ് ചെയ്തിട്ട് താഴത്തോട്ട് ഇറങ്ങാം ഗൈസ്. ഫുള്ള് ബുള്ളറ്റ് ലോഡ്. അപ്പം അങ്ങനെ നിന്ന് സീനാവും. ചിലപ്പോൾ അപ്പോൾ എന്നെയും കത്ത് നിൽപ്പുണ്ടായിരിക്കും അവിടെ. ഇതുമായി പെട്ടെന്ന് ഫാസ്റ്റിൽ ഇറങ്ങാം ഗൈസ്. ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇതൊന്നും ഇല്ല. അത് വരുമോ നോക്കട്ടെ. അപ്പം വരുവാണെങ്കിൽ ഓരോ സാധ്യതയുണ്ട് ഗൈസ്. ഗൈസ് അപ്പം വന്നില്ലെന്താണ് തോന്നുന്നു ഗൈസ്. അങ്ങോട്ട് പോയിട്ടൊന്ന് ഉച്ചയായിട്ടാക്കാം. നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ നിൽക്കാം ഗൈസ്. ഇതും കൂടെ നമുക്കൊന്ന് ഉച്ചയായിട്ട് നോക്കാം. വന്നിട്ടില്ല. അപ്പാപ്പൻ വരുന്നില്ല ഗൈസ്. നമ്മൾ പാട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്പാപ്പൻ വരുവാന്ന് അറിയത്തില്ല. നോക്കാം. അല്ലെങ്കിൽ നമ്മൾ താഴത്തോട്ട് അയച്ചാലും വരും. വരുന്നില്ല. ആ സമയം കൊണ്ട് നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്കെല്ലാം കിട്ടിയിട്ടില്ല. കൈസ് ഒരു ഫ്യൂസും കൂടെ കിട്ടിയാൽ നമുക്ക് ഇവിടെ എസ്കേപ്പ് ആവേ. അങ്ങനെ അടിച്ചിട്ടിട്ടാണ് നമുക്ക് ഗ്യാസിൽ നിൽക്കുക. അത് കഴിഞ്ഞ് ബാഡ് ലോക്ക് വെച്ചാൽ ആദ്യം പോയി തുറക്കണം. ഫ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ ബോട്ട് വർക്കാകത്തുള്ളൂ. ഫ്യൂസാണ് ഗൈസ്. അപ്പം പൊട്ടിക്കണമല്ലോ. അപ്പം ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. താഴത്തോടൊന്ന് ചെന്ന് നോക്കാം. ഇവിടെ ഇല്ല. ഇവിടെ അപ്പം ഇവിടെ ആയിട്ടൊന്നും ഇല്ല. നമുക്കൊന്ന് ശബ്ദം കേൾപ്പിക്കാം ഗൈസ്. ശബ്ദം കേൾപ്പിച്ചിട്ടുണ്ട്. മിക്കവാറും ഇതിന് താഴത്തുനിന്ന് കയറി വരുന്നു ഗൈസ്. അപ്പാപ്പനെ വെടിവെച്ചിട്ടിട്ടുണ്ട് ഗൈസ്. ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ഗൈസ്. എന്നിട്ട് നമുക്ക് നേരെ ലോക്കി എടുക്കണം ഗൈസ്. ബാലോക്കി എടുത്തോണ്ട് വരണം ഗൈസ്. ബാലോക്കി നമുക്ക് തുറന്നുകൊണ്ടാണ് സ്റ്റെപ്പിൻ്റെ താഴത്തിട്ടായിരുന്നു ഗൈസ്. ഈ ഒരു സാധനം കൂടെ നമുക്ക് കിട്ടാനുള്ളത് നമുക്ക് കിട്ടുന്നതാണ് ഗൈസ്. ബാലോക്കി എൻ്റെ പേര് സ്പാർക്ക് പ്ലഗ് എന്നാണ് ഗൈസ്. അതും കൂടെ കിട്ടിയാൽ നമ്മൾ ഈ വീട്ടിൽ നിന്ന് എസ്കേപ്പ് ആകുന്നതാണ് ഗൈസ്.
നമുക്ക് നേരെ വരെ ഗൈസ് അവിടെ ഡോർ ലോക്കാണ്. ഈ റൂമിൽ നമുക്ക് തപ്പിയിട്ടില്ല. നമ്മൾ ഇത് ആദ്യം പോയിട്ട് ചെയ്യാം. വേറെ ലോക്ക് തുറക്കാം ഗൈസ്. അപ്പം ചിലപ്പോൾ അപ്പം വരാൻ സാധ്യതയുണ്ട്. അതിന് മുമ്പ് നമുക്ക് ഫാസ്റ്റിൽ പോകണം ഗൈസ്. ഇവിടെ ആയിട്ടാണ് ഗൈസ് നമ്മൾ ബോട്ട് കിടക്കുന്നത്. ഇത് തുറക്കാൻ പറ്റാണ് ബാഡ് ലോക്ക്. ഗ്ലാസ് വെച്ചിട്ടുണ്ട്, അത് ആവശ്യമില്ല. നമുക്ക് തുറന്നിട്ട് ഇവിടെ ആയിട്ടൊരു ഒക്ടോബസ് ഉണ്ട് ഗൈസ്, അതാണ് ഇച്ചിരി ഇത് നമുക്ക് തുറക്കുന്ന ഗൈസ്. ഇട്ടിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു ഒക്ടോബസ് ഉണ്ട്. അപ്പം എന്തായാലും വരാൻ നമ്മൾ കടിക്കുന്നത് വെപ്പം എടുത്ത് പിടിച്ചേക്കാം. വെപ്പം എടുത്ത് പിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ റൂമിൽ തപ്പാൻ ഗൈസ്. സേഫ് കീ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അത് നമ്മൾ തുറക്കാൻ നോക്കണം. സ്പാർക്ക് പ്ലഗ് ഗൈസ്. ഇനി അപ്പാപ്പനെ വെടി വെച്ചിട്ട് കഴിഞ്ഞാൽ എല്ലാം തീരും ഗൈസ്. മുമ്പേ അപ്പാപ്പനെ വിളിക്കണം ഗൈസ്. അപ്പാപ്പൻ എവിടെയാണെന്ന് അറിയത്തില്ല. അപ്പാപ്പനെ വെടി വെച്ചിട്ട് ഗൈസ് നമുക്കൊന്ന് ചെയ്യാൻ അയക്കാം. ഗൈസ് നമ്മൾ അടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം വരുമെന്ന് അറിയത്തില്ല. അപ്പം വരുവാണെങ്കിൽ നമുക്ക് എസ്കേപ്പാം. അപ്പാപ്പനെ വെടി വെച്ചിട്ടിട്ടുണ്ട് ഗൈസ്. നമുക്ക് നേരെ ഒരു ബുള്ളറ്റ് ലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് വേഗം ചെയ്തിട്ട് ഗ്യാസോലൈൻ എടുത്തോണ്ട് വരാം ഗൈസ്. ഗ്യാസോലൈൻ ആവശ്യമുള്ളതാണ് ഇവിടെ ഫ്യൂവൽ നിറയ്ക്കാനായിട്ട്. നേരെ ഇട്ടിട്ടുണ്ട്. ഗ്യാസോലൈൻ കുറച്ച് സമയം എടുക്കും ഗൈസ്. അത് ഫുള്ള് നിറയ്ക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും ഗൈസ്. നമ്മൾ നേരെ പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ബോട്ടിൻ്റെ അവിടെയായിട്ട് നീരാളി ഉണ്ട് ഗൈസ്. അത് ഇച്ചിരി സീനാവാണ് അറിഞ്ഞത്. ഇവിടെ ആയിട്ടൊരു നീരാളി ഉണ്ട് ഗൈസ്. നമ്മൾ താഴത്തോട്ട് പോവുകയാണ്. വെള്ളത്തിൽ വീഴാണ് നമ്മൾ പിടിക്കുന്നത്. താഴത്തോട്ട് ഗൈസ് ഫുള്ളായിട്ടുണ്ട് ഗൈസ്. നമുക്ക് നേരെ പോകാം. ഇത് നമുക്ക് ഡ്രോപ്പ് ചെയ്യണം. ചിലപ്പോൾ അപ്പം എണീച്ചിട്ടുണ്ടെങ്കിൽ ഒച്ച കേട്ട് വരുന്നതാണ്. നമുക്ക് നേരെ പോകാം ഗൈസ്. അത് സ്പാർക്ക് പ്ലഗ് എടുക്കണം ഗൈസ്. സ്പാർക്ക് പ്ലഗ് നമുക്ക് എടുക്കാം. നമുക്ക് സേഫ് തുറക്കേണ്ട ആവശ്യം വന്നില്ല ഗൈസ്. അതുകൊണ്ട് നമുക്ക് ഗൈസ് നമ്മൾ എടുക്കുന്നതിന് പകരം നമ്മൾ അടച്ച് ഗൈസ് നമുക്ക് നേരെ അടിയിലോട്ട് പോകാം. ഫീഡിൽ ചെന്ന് ഫീൽഡിൽ പോയിട്ട് വെച്ചിട്ട് ബോട്ട് എസ്കേപ്പ് ചെയ്യാൻ സിമ്പിളാണ്. ഇവിടെയായിട്ടാണ് ഗൈസ് വെക്കേണ്ടത്. ഇനി ഗൈസ് നമ്മളെ ബോട്ട് കീ കൊണ്ട് മാത്രം നമുക്ക് സ്റ്റിയറിങ്ങും ഉണ്ട് ഗൈസ്. സ്റ്റിയറിങ് അങ്ങനെയായിട്ടുണ്ട് ഗൈസ്. അത് നമുക്ക് എടുക്കേണ്ടതാണ്. അപ്പം എണീക്കുന്നത് ഒന്നുകൂടെ പൂഷണം. എന്നിട്ടാണ് നമുക്ക് കീ എടുത്തോണ്ട് പോകാം ഗൈസ്. നമുക്ക് കുഴപ്പമില്ല. വേണമെങ്കിൽ നമുക്ക് അപ്പം എസ്കേപ്പ് ആകും ഗൈസ്. നമ്മുടെ സ്റ്റിയറിങ് താഴത്തെ പോകാം. എസ്കേപ്പ് ആകും. സ്റ്റിയറിങ് എടുത്തിട്ടില്ല ഗൈസ്. നമുക്ക് ബോട്ട് കീ അവിടെ പോയിട്ട് ഇട്ടിട്ട് സ്റ്റിയറിങ് പിടിപ്പിച്ചിട്ട് വേണം ഗൈസ് നമ്മുടെ ബോട്ട് കീ സ്റ്റിയറിങ് അപ്പോൾ മേളിലാണ്. അപ്പോൾ അവന് എന്തായാലും തീർക്കേണ്ട വരും. നമുക്ക് ഒറ്റയായിട്ട് അപ്പം വരാനുള്ള സാധ്യതയുണ്ട്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഫസ്റ്റ് ഡേ നമ്മൾ മാക്സിമം എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കുന്നതാണ്. അപ്പം വന്നു ഗൈസ്. അപ്പം നമുക്ക് ഹൈഡ് ചെയ്തേക്കാം. അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ നമ്മൾ എസ്കേപ്പ് ചെയ്യാൻ നോക്കാൻ പറ്റത്തില്ല. ഫസ്റ്റ് ഡേ കുഴപ്പമില്ല, എന്നാലും നമ്മൾ എസ്കേപ്പ് ചെയ്യാൻ നോക്കും. അതിന് മുമ്പ് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും കൂടെ ഒന്ന് ചെയ്തേക്കുക. നമുക്ക് പുറത്തോട്ട് നോക്കാം. എന്നാലും ഒരു മിനിറ്റ് കഴിയട്ടെ. നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. പതുക്കെ ചെന്ന് നോക്കാം ഗൈസ്. എന്തായാലും മേളിലോട്ട് പോയി നോക്കാം ഗൈസ്. നമുക്കൊന്ന് ചെറുതായിട്ട് പൂശിയിട്ട് അപ്പോൾ മേളിലോട്ട് പോകാം ഗൈസ്. എന്നിട്ട് നമുക്ക് ഗണ്ണെടുക്കാം. ഷോർട്ട് ഗൺ എടുത്തിട്ടുണ്ട് ഗൈസ്. എടുത്ത് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പാപ്പനെ പാട്ടിട്ട് വിളിച്ചിട്ടുണ്ട് ഗൈസ്.
നമുക്ക് സ്റ്റിയറിംഗും കൂടെ എടുത്താൽ മതി, നമ്മൾ എസ്കേപ്പ് ആവുന്നതാണ്. ലാസ്റ്റ് നമ്മളത് പൂശിട്ട് വാപ്പാവൻ സപ്പാവൻ വരുന്നില്ല. ഒന്നും കൂടെ പാട്ടിട്ടുണ്ട് ഗൈസ്. അപ്പം കേൾക്കുന്നില്ല പക്ഷെ അതാണ് കേൾക്കുന്നത്. സപ്പാവൻ വരുന്നില്ല ഗൈസ്. ഡ്രോപ്പ് ചെയ്ത ശബ്ദം കേൾക്കുന്നതാണ്. നിന്ന് നോക്കാം സപ്പാവൻ. ഇപ്പൊ ഗൈസ് നമ്മളെ തീർത്തത് ഗൈസ്. പെട്ടെന്ന് തന്നെ നമുക്ക് ബോട്ടിൻ്റെ സാധനം എടുത്തുകൊണ്ട് വന്ന് എസ്കേപ്പ് ആവുകയാണ് ഗൈസ്. നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ എസ്കേപ്പ് ആകാൻ പോവുകയാണ് ഗൈസ്. ബോട്ടിൽ സാധനം എടുത്തിട്ടുണ്ട് താഴത്തോട്ടിറങ്ങുകയാണ് ഗൈസ്. വീടിൽ തന്നെ എസ്കേപ്പ് ആവേണ്ടതാണ്. ഷോട്ട് ഗണ്ണിൻ്റെ ആവശ്യമില്ല ഗൈസ്. അപ്പാപ്പനെ പൂശിയിട്ടാണ് പൂശിയിട്ടാണ് പോകുന്നത്. കാരണം സന്തോഷമാണ് ഗൈസ്. ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ എസ്കേപ്പ് ആവുകയാണ് ഗൈസ്. ഗൈസ് ഇവിടെ ആയിട്ട് ഹാൻഡിൽ പിടിപ്പിക്കണം ഗൈസ്. എന്നിട്ട് ബോട്ട് എടുക്കണം. എല്ലാവരും കൂടെ കൗണ്ട് ഡൗൺ ചെയ്തോ. 1 2 3 ഗൈസ് എസ്കേപ്പ് ആയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അത് കണ്ട ഗൈസ്, ഇതാണ് നീരാളി. ഞാൻ പറഞ്ഞില്ലേ നീരാളി, അതാണ് സൈഡിൽ കാണുന്നത്. നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.